ഹലോ ഗൈസ്, വെൽക്കം ടു ഖത്തർ ഓൾഡ് ടൗൺ. ടിബറ്റിൽ നിന്നൊരു ടണൽ വഴി സഞ്ചരിച്ചാണ് നമ്മൾ ഖത്തർ ഓൾഡ് ടൗണിലെത്തിയത്. ഏകദേശം ഒരു €20 പേ ചെയ്യേണ്ടി വന്നത്. നല്ല തിരക്കായിരുന്നു പോകുന്ന വഴിക്ക് തന്നെ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാണ് അവിടെ എത്തിയത്. മലയുടെ താഴെയുണ്ടായിരുന്ന പണ്ടത്തെ ആ ടൗണിനെ ഇപ്പോഴും അതേപോലെ തന്നെ ബ്യൂട്ടിഫുള്ളായി നിലനിർത്തുന്നൊരു കാഴ്ചയാണ് ഞാനിവിടെ കണ്ടത്. 3 കൂടുതൽ എൻട്രൻസ് ഉള്ള ഈ ഒരു ഓൾഡ് ടൗണിൻ്റെ ഒരു എൻട്രൻസ് വെള്ളത്തിൽ കൂടെയാണ് ഞാൻ കണ്ടത്. ചിലപ്പോൾ പണ്ട് കാലത്ത് ബോട്ടുകളിലൂടെയൊക്കെ വെള്ളത്തിലൂടെ വരുമ്പോൾ കയറാനുള്ള ഉപയോഗിച്ചിരിക്കുന്ന വഴിയായിരിക്കാം. അതിപ്പോൾ പക്ഷേ ലോക്ക്ഡാണ്. ഈ സിറ്റി വാൾ വഴി നമ്മൾക്ക് മേളിൽ വരെ കയറി ചെല്ലുമ്പോൾ, മലയുടെ ഉയരെ ചെല്ലുമ്പോൾ ഈ ഓൾഡ് ടൗൺ മുഴുവനായിട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഒരു ലെഫ്റ്റ് സൈഡിലൂടെയുള്ള ഒരു ഗേറ്റ്. നമുക്കിതിലൂടെ കയറി ഒന്നുകിൽ നേരെ പോകുമ്പോൾ ടൗണിലകത്തേക്കും പോകാം, അല്ലെങ്കിൽ മേളിലേക്ക് കയറിയാൽ നമുക്ക് സ്റ്റെപ്പ് വഴി മലയുടെ മുകളിലേക്കും കയറാൻ പറ്റും. കട്ടോബയുടെ തൊട്ടടുത്ത് തന്നെ ഈ ഫോട്ടോ എല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മേളിൽ ചെല്ലുമ്പോഴും താഴെ നിന്നുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ക്രൂസ് ഷിപ്പുകളും ബോട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുള്ളാണ് മേളിൽ നിന്നുള്ള ഒരു കാഴ്ച. ഈ വഴിയിലൂടെ പോയപ്പോൾ തന്നെ കുറേയധികം പഴയ ബിൽഡിംഗ് കണ്ടു. താഴത്തെ ബിൽഡിംഗ് മിക്കവാറും റെസ്റ്റോറൻറ്റോ ബാറുകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ മേളിലത്തെ എല്ലാ ഫ്ലോറിലും റെസിഡൻഷ്യൽ സ്പേസ് ആണെന്നാണ് തോന്നിയത്. നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, ഒരു 30 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത്. ജൂലൈ മന്തിലാണ്. നമുക്ക് കുറേ പേര് ബാൽക്കണിയിലേക്ക് ഇരിക്കുന്നത് കാണാൻ സാധിച്ചു. പിന്നെ ക്രൂസ് ഷിപ്പുകൾ അവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടെയുള്ള മിക്ക ടൂറിസ്റ്റുകളും ക്രൂസ് ഷിപ്പിൽ താമസിക്കുന്നതായിരിക്കും. ഇത് ഒരു മെയിൻ എൻട്രൻസിൻ്റെ മേളിലൂടെയുള്ള ഒരു ചെറിയ വഴിയാണ്. പക്ഷേ ഇത് രാത്രി ടൈമിൽ ഇത് ക്ലോസ് ആയിരുന്നു. ഈ സ്ഥലം ആദ്യം കണ്ടപ്പോൾ ഒരു ബാൽക്കണി ഒരു ടച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടെ നിന്നായിരുന്നു ഞാൻ രാത്രി ഡിന്നർ കഴിച്ചത്. ഇവിടെ ഇരുന്ന് നമുക്ക് 3 സൈഡും ആ മലയും നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. കുറേ പള്ളികളും ഗേറ്റ് വഴി പോകുമ്പോൾ മേളിലേക്ക് കയറുന്ന വഴി നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം. ഈ ഫ്ലോറിൻ്റെ താഴത്തെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്കൊക്കെ സൺലൈറ്റ് ചെല്ലാനാണ് ഈ റൂഫൊക്കെ ഗ്ലാസ് ഇട്ട് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഐഡിയ ആണ്. ഈ സൈഡിലാണ് ബോട്ടിലൊക്കെ വരുമ്പോൾ അവർക്ക് കയറാനുള്ള ഒരു എൻട്രി കണ്ടത്. പക്ഷേ ഇപ്പോൾ അത് ലോക്ക്ഡാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു സ്കൂളും കണ്ടു. നൈറ്റ് ടൈം ആകുമ്പോൾ ഈ കണ്ട റെസ്റ്റോറൻ്റ് എല്ലാം ഫുള്ളി ഫില്ലാവും. ചിലപ്പോൾ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. പക്ഷേ പെട്ടെന്നൊരു ആൾക്കാർ എഴുന്നേറ്റുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടി. ഇതിൽ ഞാൻ കഴിച്ചത് ചിക്കൻ വിത്ത് ഒരു സ്റ്റിൽട്ടൺ ചീസിൻ്റെ ഫീലാണ് എനിക്ക് തോന്നിയത്, വിത്ത് മഷ്റൂം സോസ് ആൻഡ് സാൽമൺ പിസ്സ. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. അതുവഴി നേരെ പോയപ്പോൾ ഒരു കോട്ടയാളിലെത്തി. അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്. പിന്നെ ഇഷ്ടംപോലെ നമുക്ക് ക്യാറ്റുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും. ആക്ച്വലി ഇവർ ക്യാറ്റിനെ കാണുന്നത് ഭയങ്കര ലെക്കായിട്ടാണ്. പിന്നെ എല്ലാ കോട്ടയാടിലും വഴിയിലും ഒക്കെ ഒരു റെസ്റ്റോറൻറ്റോ പബ്ബോ ബാറോ ഒക്കെ ഉണ്ടാവും. നമുക്ക് ഫുഡ് കഴിക്കുകയോ ഡ്രിങ്ക്സ് കഴിക്കുകയോ ഒക്കെ ചെയ്യാം. എല്ലാവരും ഫുഡ് കഴിക്കുക, ഡ്രിങ്ക്സ് കഴിക്കുക, എല്ലാവരും എൻജോയ്മെൻറ്റ് മൂഡിലാണ് ഹോളിഡേ. പിന്നെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. നമുക്ക് സുവനീർ ഗിഫ്റ്റുകൾ വാങ്ങാൻ സാധിക്കും. ഷോപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ക്ലോത്ത്സ് ഉണ്ട്, ഡോൾസ്, സുവനീർ കീ ചെയിൻസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അങ്ങനെ ഒത്തിരി ഇഷ്ടംപോലെ ഐറ്റംസാണ് അവിടെയുള്ള. പക്ഷേ ഭയങ്കര വിലയാണ്. എല്ലാം നല്ല യൂറോ ആണ്. അകത്തുകൂടി നടക്കാൻ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ്. ഇഷ്ടംപോലെ ആലിവേസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വഴി ചിലപ്പോൾ കൺഫ്യൂഷനായി പോകും. എല്ലാവരും തന്നെ ടൗൺ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു തിരക്കിലാണ്. എല്ലാവരും ബിസിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. എല്ലാവരും ഷോപ്പ് ചെയ്യുന്നുണ്ട്, ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. എല്ലാം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ഈ ബിൽഡിങ്ങുകളൊക്കെ പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ലാംപ്ലൈറ്റ്, ഗ്രീൻ വിൻഡോസൊക്കെ, ബ്ലാക്ക് വിൻഡോസും എല്ലാം ഒരു പ്രത്യേക ഒരു ആർക്കിടെക്ചർ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ വിസിറ്റ് ചെയ്തൊരു ക്ലോത്ത് ഷോപ്പാണ്. ഓൺലി വൈറ്റ് ക്ലോത്ത്സ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഒരു ഡിസൈനിന് വേണ്ടി മറ്റു കളറുണ്ടെന്നുള്ളൂ, ബാക്കിയെല്ലാം വൈറ്റാണ്. എല്ലാം ടെമ്പറേച്ചർ നല്ല ഹൈ ആയതുകൊണ്ട് തന്നെ മിക്ക റെസ്റ്റോറൻറ്റ്സിലും ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്നൊരു ഐറ്റം കണ്ടു. നല്ല രസമാണ്. ഇങ്ങനെ 1 മിനിറ്റ് കൂടുമ്പോഴാണെന്ന് തോന്നുന്നു ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും, പുക പോലെ. അപ്പോൾ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും ചെറുതായിട്ട്. നമുക്ക് ഇഷ്ടംപോലെ ഷോപ്പുകളാണ് താഴത്തെ ഫ്ലോറിലെല്ലാം ഉള്ളത്. ടാറ്റു പാർലറുണ്ട്,
ഐസ്ക്രീംസ് ഉണ്ട്, ലൈറ്റ് ഷോപ്പുകളുണ്ട്, ക്ലോത്ത് ഷോപ്പുകളുണ്ട്. ഇതൊരു മെയിൻ എൻട്രൻസ് ആണ് മുകളിലേക്ക് കയറി പോകാനുള്ള, മലയിലേക്ക് കയറി പോകാൻ. ഈ ഷോപ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ പ്ലേറ്റ്സും ഷാൻഡലേഴ്സും വൈൻ ജഗ്സും അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എല്ലാം നല്ല കളർഫുൾ ഐറ്റംസാണ്, എല്ലാം ഷോ പീസസാണ്. നല്ല വിലയുമുണ്ട്. കുറേയധികം പേര് വാങ്ങുന്നുണ്ട് പോകാൻ നേരത്ത്. ഇതൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ നല്ല പാടായിരിക്കും. എല്ലാം നല്ല വെയിറ്റും ഉണ്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ല. വൈൻ ഒഴിക്കുന്ന ഗ്ലാസ്സുകളും കപ്പ് അങ്ങനെ എല്ലാം നല്ല കളർഫുൾ ഐറ്റംസാണ് ഇതിനകത്തിരിക്കുന്നത്. പിന്നെ ഒരു ലവൻഡറിൻ്റെ ഷോപ്പിലാണ് കയറിയത്. അതിനകത്ത് ലവൻഡറിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. പെർഫ്യൂംസ്, ഡിഫ്യൂസേഴ്സ്, ഫ്രാഗ്രൻസസ്, അങ്ങനെ സോപ്പുകൾ, അങ്ങനെ ഒട്ടേറെ ഐറ്റംസ്. കട തന്നെ ഒരു ലവൻഡർ കളർ ഷെയ്ഡിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒലീവ് വുഡ് കൊണ്ടുള്ള കുറേ അധികം ഐറ്റംസുകൾ. ഇതെല്ലാം ഈ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന എല്ലാം ഒലീവ് വുഡിൽ തീർത്ത ഒലീവ് ഐറ്റംസാണ്. കുറച്ച് വിലയുമുണ്ട്, തവിയുണ്ട്, പിന്നെ ഓയിൽസ് ഉണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി ഐസ്ക്രീംസ് അവർക്കുണ്ട്. ഞാനൊരു ഓറഞ്ച് ഫ്ലേവറാണ് ട്രൈ ചെയ്തത്. എല്ലാം നല്ല വെറൈറ്റി ഫ്ലേവർ, ഇതുവരെ കാണാത്തൊരു ഫ്ലേവർ ഐസ്ക്രീംസാണ്. മോറേറ്റ്സ് അതാണ് ഒരു ലോക്കൽ ഐസ്ക്രീമാണെന്ന് തോന്നുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു അടുത്ത അലീവയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. വഴിയൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. അങ്ങനെ പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്തതുകൊണ്ട് കാണുന്ന ഷോപ്പിലെല്ലാം കയറി, അവിടെ കയറി എല്ലാം കണ്ടു. അങ്ങനെയൊക്കെ ഉണ്ട് എല്ലായിടത്തും. ഒരു ചെറിയൊരു ആലിവേ ആണെങ്കിലും അവർ ടേബിളൊക്കെ ഇട്ട് ഓരോ റെസ്റ്റോറൻറ്റ്സൊക്കെ എല്ലാ ഷോപ്പിൻ്റെ എല്ലാ ബിൽഡിങ്ങിൻ്റെ സൈഡിലുണ്ട്. നമുക്ക് കൂളായിട്ട് പോകാൻ പറ്റും. ഒരു വെൽ മെയിൻറ്റൈൻഡ് ആണ്, കറക്റ്റ് ഡ്രെയിനേജ് സിസ്റ്റം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാം നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഈ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് മേളിലേക്കുള്ള ചെറിയൊരു ഇടവഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വഴിയാണ് മേളിലേക്ക്, സിറ്റി വാളിലേക്ക് പോകാനാണെന്ന് തോന്നുന്നു. കുറേ വഴികളുണ്ട്. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വിത്ത് ബാറുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു ലോക്കൽ ബിയർ, മെക്സിക്കോ. ആൻഡ് ഇതൊരു ഏറ്റവും ഒരു ചെറിയ ഒരു കഫേയാണ് ആക്ച്വലി. ഇവിടെ നിന്നൊരു ഒലീവ് കോക്ടെയിലാണ് ഞാൻ ട്രൈ ചെയ്തത്. ഇത്രേ ഉള്ളൂ ആക്ച്വലി ആ റെസ്റ്റോറൻറ്റ്. ആ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ. ഇതാണ് മേളിൽ നിന്ന് ഖത്തോർ ടൗൺ നോക്കുമ്പോൾ ഒരു ഈവനിങ് വ്യൂ എന്ന് പറയുന്നത്. 2 ക്രൂസ് വന്ന് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്, ഷിപ്പുകളുണ്ട്. ആൻഡ് എല്ലാ ഒരു വാം ലൈറ്റ് തീമിലാണ് സിറ്റി എന്ന് പറയുന്നത്. സിറ്റി വാൾ വഴി മല കയറി മേളിലെത്താനായിട്ട് തന്നെ സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് ഈസി ആയിട്ട് മേളിൽ വരെ പോകാൻ സാധിക്കും. പിന്നെ ഇതാണ് ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരു പള്ളി, പഴയൊരു പള്ളിയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു എൻട്രൻസിലേക്ക് പോയി. അവിടെ നല്ല കളർഫുൾ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. താഴെ കൂടെ ഇങ്ങനെ പതയായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല സൗണ്ടുണ്ട്. ചെറിയൊരു വാട്ടർഫാളായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ഫോർട്ടിലേക്കുള്ളൊരു എൻട്രി. ഇത് ആ റെസ്റ്റോറൻറ്റ്സിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. നമുക്കെല്ലാം നല്ല കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അവിടെ നടന്ന് മെയിൻ എൻട്രൻസിൻ്റെ അകത്തുള്ള ഒരു കോർട്ട്യാർഡിലെത്തി. അവിടെയും ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ബാറുകളുണ്ട്. അവിടെ വെറൈറ്റി ഐസ്ക്രീമാണ് ആ വണ്ടിയിലിരിക്കുന്നത്. ഇഷ്ടംപോലെ വെറൈറ്റി ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഐസ്ക്രീം അതിനകത്തിരിപ്പുണ്ട്. മിനിമം ഒരു 5 യൂറോസൊക്കെയാണ് അവർ പേ ചെയ്യുന്നത്. എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും ഖത്തർ ടൗൺ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക വിത്ത് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. ആക്ച്വലി ഒരു ഫുൾ ഡേ കൊണ്ട് നമുക്ക് ഖത്തർ ഓൾഡ് ടൗൺ നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും മാക്സിമം ഞാൻ കണ്ടു. പക്ഷേ എന്തായാലും അടിപൊളിയായിരുന്നു. ഖത്തർ ഓൾഡ് ടൗൺ, ഇറ്റ്സ് എ നൈസ് വ്യൂ പോയിൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.